വേണ്ടത്ര ഹൈപ്പ് ഇടത്ത ടോപ്പ് 5 അണ്ടർറേറ്റഡ് മലയാളം മൂവീസ് പാർട്ട് 2. സോ ഫസ്റ്റ് വൺ ഇബിലീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഫാൻറ്റസി ലവ് സ്റ്റോറി ആഫ്റ്റർ ലൈഫ് പരിപാടിയാണ് ഈ സിനിമ. അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് മേക്കിംഗ് സ്റ്റൈലൊക്കെ ഉള്ള ഒരു സിനിമയാണ്. രോഹിത് വീസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഞാൻ നേരത്തെ രോഹിത് വീസിൻ്റെ ഒരു അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമയെ നേരത്തെ അണ്ടർറേറ്റഡ് മൂവീസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് മൂവിയാണ് കീട. ഒരു കണ്ണൂർ സൈഡിൽ നടക്കുന്ന ഒരു സിനിമയാണ്. ലവ് സ്റ്റോറി പൊളിറ്റിക്സ് ആണ് ഈ സിനിമ. അവരുടെ കുടുംബത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഇടയിൽ എങ്ങനെ ലവ് സ്റ്റോറി അഫക്റ്റഡ് ആവുന്നു എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടുള്ള ക്രൈം ഡ്രാമ റൊമാൻസ് പരിപാടിയാണ് ഈ സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് ബി അജിത് കുമാർ എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഒരുപാട് സിനിമയിൽ എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ്. കോയിൻസിഡൻ്റ്ലി അടുത്ത 3 സിനിമകളും ബിജു മേനോൻ്റെ സിനിമകളാണ്. തേർഡ് മൂവി ആർക്കറിയാവുന്ന പറഞ്ഞ സിനിമയാണ്. ഒരു അച്ഛൻ്റെ മകളും മരുമോനും വീട്ടിലേക്ക് വരികയാണ്. അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ബേസിസിൽ അവർ ആ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കുകയാണ്. സോ വീടിനെ ചുറ്റിപ്പറ്റി കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അച്ഛന് മാത്രമേ അറിയുള്ളൂ. സിമ്പിളായി പോകുന്നൊരു സിനിമ ഒരു പോയിന്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആ സിനിമയിലുണ്ട്. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ ജോണറിൽ വരുന്നൊരു സിനിമയാണിത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സനു വർഗീസ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഡയറക്ടോറിയലാണ് ഈ സിനിമ. അതുപോലെ തന്നെ പുള്ളി പല സിനിമകളിലും സിനിമാറ്റോഗ്രാഫറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ 4ാമത്തെ സിനിമയാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാമോ. നമ്മുടെ പ്രോട്ടോഗണിസ്റ്റ് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. അത്യാവശ്യം കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഥയുടെ ഒരു സമയത്ത് വെച്ചിട്ട് പുള്ളിക്ക് ഒരു ഫോറിൻ കുപ്പി അടങ്ങുന്ന ഒരു ലോറി കിട്ടുകയാണ്. അതെങ്ങനെ കിട്ടുന്നതൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനെ ചുറ്റിപ്പറ്റി കുറേ രസകരമായ കാര്യങ്ങൾ നടക്കുന്നതും ഈ ഫോറിൻ കുപ്പികളൊക്കെ എവിടെയാണെന്നുള്ളതും അതിൻ്റെ ബേസിസിൽ കുറച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇവരുടെ പുറകെ പോകുന്നതൊക്കെയാണ് സിനിമ. അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ട് രസകരമായ രീതിയിൽ നടക്കുന്ന ഒരു സിനിമയാണ്. കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഈ സിനിമയുടെ ഡയറക്ടർ ജി പ്രജിത്താണ്. വടക്കൻ സെൽഫിയുടെ ഒക്കെ ഡയറക്ടറാണ്. ഇതൊരു ഫാമിലി കോമഡി എൻ്റർടൈൻമെൻറ്റ് ജോണറിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ്. സോ 5ാമത്തെ സിനിമയാണ് രക്ഷാധികാരി കഴിച്ചു. ഒരു നാട്ടുമ്പുറം. നമ്മുടെ പ്രോട്ടോഗണിസ്റ്റ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്ക് ക്രിക്കറ്റിനോടൊക്കെ അത്യാവശ്യം താല്പര്യമുണ്ട്. സോ പുള്ളി നാട്ടുമ്പുറത്ത് ക്രിക്കറ്റ് കളിക്ക് ചെന്നു. അതുപോലെ തന്നെ ടൂർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ക്ലബ്ബുണ്ട്. ടൂർണമെൻറ്റിൽ പോകുന്നു. ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ ജയിച്ചു വരുന്നു. ചിലപ്പോൾ തോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രോട്ടോഗണിസ്റ്റ്. സോ പുള്ളിയുടെ നാട്ടുമ്പുറത്തെ കുറേ കാര്യങ്ങളും നാട്ടുമ്പുറം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ക്രിക്കറ്റ് കളിയും ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒരു ഗ്രൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഫാമിലി കോമഡി എൻ്റർടൈൻമെൻറ്റ് ജോണറിൽ വരുന്ന സിനിമയാണ്. രഞ്ജൻ പ്രമോദാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഫോട്ടോഗ്രാഫർ ഒ ബേബി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ.